അപ്പോൾ പ്രേക്ഷകരെ അവിടുന്ന് നമ്മൾ കടന്നു പോയിട്ട് പല ആളുകളും ഇങ്ങനെ നമ്മളോട് എൻ്റെ ഇൻസ്റ്റഗ്രാമും എൻ്റെ ചാനലൊക്കെ കാട്ടുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് എന്താ പറയുക വളരെയധികം സന്തോഷം കിട്ടും അതിങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഇത് എന്താ ഈ സ്പീക്കറാണ് കേട്ടോ, ഒരു ചെറുക്കൻ വലിച്ചണൊക്കെ ചെറിയ ചെറുക്കനാണ് വലിച്ചണത്. അപ്പോൾ അതൊന്നും ഓൽക്ക് പുത്തിരല്ല കേട്ടോ. കിത്തന ഇതിന് 5 റുപ്യ കിത്തന ദോ പീസേ ദോ പീസ് ഇതിന് 500 റുപ്യ കേട്ടോ. നമ്മള് വണ്ടിമ്മ എന്താ ഓണടിക്കും ഹോണേ ഹോൺ 2 എണ്ണത്തിന് 500 റുപ്യാണ് ചെറുക്കന്മാർ കേട്ടോ. പിന്നെ അതേപോലെ ഇതാ ഇവിടെ എന്താ ഇതുണ്ട് കേട്ടോ, ഈ ഫോട്ടോ എടുക്കുന്നതും അതുപോലെ സ്റ്റാൻഡുകള്, അതുപോലെ ഈ സ്പീക്കറുകള്, അതുപോലെ ഷേവിങ്സ് മറ്റേ എന്താ പറയാ സെറ്റുകള്, അതുപോലെ ഹെഡ്സെറ്റ്, ഹെഡ്ഫോണ്. ചെറുക്കൻ നോക്കാൻ വലിച്ചോണ്ട് ചെറിയ ചെറുക്കനാണ് വലിച്ചത്. मालूम है कितना उम्र कितना है? 650 आप उम्र कितना? 22 साल അപ്പൊ 21 വയസ്സ് കേട്ടോ. 21 आप 20 ചെറുക്കന്മാർക്ക് 20 വയസ്സാണ്, വലിയ തുടങ്ങിക്കോളും. ഏതാണെന്നുണ്ടെങ്കിലും അപ്പൊ നമ്മളതിലും വലിയ മൂത്താപ്പയാണ് കേട്ടോ. അപ്പൊ അതാ ഒരു എന്താ മിലിറ്ററിക്കാരന്റെ ഫോട്ടോ കണ്ടില്ലേ? ഇതൊക്കെ ചെറിയ കുട്ടികൾക്കില്ല കേട്ടോ. മിലിറ്ററി, പോലീസ് എല്ലാ വേഷങ്ങളും ഉണ്ട്. ഭായിജാൻ കിतना है? 350 रुपीस പൂരാ കമ്മി നൈ അല്ല കമ്മി ഇല്ല കേട്ടോ. അപ്പൊ പട്ടാളക്കാരന്റെ മിലിറ്ററിക്കാരന്റെ കേട്ടോ ഒരേ വില, സെയിൽ ഫിക്സ്ഡ് പ്രൈസ് ആണ് ഓൻ കാണിച്ചു തന്നു. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇടിച്ചു കൊടുക്കും കേട്ടോ. താങ്ക് യു വെരി മച്ച്. മിലേക. ഓക്കെ ധന്യവാദ്. അപ്പോൾ ആ ഒരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങോട്ട് ക്യാമറ പിടിച്ചപ്പോൾ ഇവിടെ പാൻറ്റും ഇതൊക്കെ കച്ചവടം. സാധാരണ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതാ ഇവിടെ ഷൂ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഷൂ ഭായിജാൻ കിतना पैसा? കമ്മി നൈ കമ്മി നൈ അല്ല കമ്മി നൈ അപ്പൊ കമ്മി ഇല്ല കേട്ടോ. 350 റുപ്യക്കാണ് ഓനിത് കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പോ ഇതാ നല്ലൊരു അടിപൊളി എത്ര ഇതാക്കിയാലും പൊട്ടൂല, ഓൻ കാണിച്ചു തരികയാണ് കേട്ടോ. ഓക്കെ 300 ഇപ്പൊ 300 റുപ്യ ആക്കിക്കണു ഓന് കേട്ടോ. 300 റുപ്യക്ക് തരാന്ന് പറഞ്ഞേക്കണു ഓന്. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ ഓനൊന്ന് ഉഷാറാക്കിയതാണ്. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ. പിന്നെ ഇത് അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട് പിടിച്ചപ്പോ ഇത് എന്താ പെരീക്കുള്ള സാധനങ്ങൾ കേട്ടോ. ഇത് വാട്ടർ ബോട്ടിലൊക്കെയാണ് കേട്ടോ, ചെറിയ കുട്ടികൾക്ക്. ചെറിയ വാട്ടർ ബോട്ടിൽ 2 लीटर है 2 लीटर है कितना पैसा? 3 പീസ് 350 3 പീസ് കേട്ടോ. 3 പീസ് 350 റുപ്യക്ക്. ഇതാ വാട്ടർ ബോട്ടിൽ 2 ലിറ്ററിന്റെ കേട്ടോ. 3 പീസ് 350 റുപ്യക്ക്. അപ്പൊ ഒരു പീസ് വരുന്നത് 110 റുപ്യ 115 റുപ്യാണ് കേട്ടോ ഒരു പീസ് വരുന്നത്. 3 പീസിന് 350 റുപ്യാണ് 2 ലിറ്ററിന്റെ. അപ്പൊ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ ഇവിടെ. ഇവിടെയൊക്കെ വെറും ചീപ്പ് റേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. വാല കിത്തന 250 ഏക്ക്. ഇത് 250 റുപ്യാണ് കേട്ടോ. ഒന്ന് 250 റുപ്യ ഈ മോഡലൊക്കെ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇത് സാധാരണ നമ്മൾ അവിടുന്ന് കണ്ട പോലെ തന്നെ അവിടെ സ്പീക്കറുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ചെറിയ നോർമൽ റേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതൊക്കെ പെട്ടി ഉണ്ട് കേട്ടോ, വലിയ വലിയ പെട്ടികളൊക്കെ ഉണ്ട്. ഭായിജാൻ കിतना है एक बॉक्स कितना? एक बॉक्स इंग्लिश बोलो. 1800 ആണ് കേട്ടോ ഇതൊക്കെ. ഇതെത്ര വില എന്ന് നാട്ടിലത്തെ വില എങ്ങനെ നമുക്കറിയില്ല. എന്തായാലും 1800 എന്തായാലും കമ്മിയാക്കി തരും. ലാസ്റ്റ് പ്രൈസ് കിतना? लास्ट रेट कितना? लास्ट प्राइस कितना है? लेना कौन सा आपको लेना है? हाँ बोलो, आप बोलो. लेना है तो बोलो. 1500 अच्छा वाला बैटरी क्वालिटी है. चलो ये बिग साइज लेना है. बड़ा वाला 1500 का है. 2500 का है. 1800 लगेगा. 1800 बिग साइज है. हाँ 2500 का. 1800 लगेगा. ഓന് പറയണത് എന്താ വെച്ചാൽ 2500 1800 കൊടുക്കണത്. എത്ര ഇതാക്കിയാലും പൊട്ടൂല എന്നാണ് ഓൻ പറയണത് കേട്ടോ. അപ്പോ എന്താണെങ്കിലും ഇവിടെയൊക്കെ വന്നിട്ട് വാങ്ങിക്കോണ്ട്. कितना है? कितना रेट है?
അതാ ഓൻ കാട്ടണോക്കാണ് ആ പെട്ടിയാണ് ആ കാട്ടുന്നത് കേട്ടോ. അപ്പൊ എന്താ എത്ര ഇതാക്കിയാലും പൊട്ടൂല. കിतना പൈസ? 1800. 1800 ഇതിന് കാണിച്ചിട്ട്. എത്ര ഇതാക്കിയാലും പൊട്ടൂല, അങ്ങനത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ വിലക്ക കൊടുക്കണേന്ന് അവൻ പറയുന്നത്. ഈ വലുതും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ചെറുതും വലുതും. ബഡാ വാല ചോട്ടാ വാല സെയിം റേറ്റ്? ഇതിന് ഓന് 1500 റുപ്യൊക്കെ തരുന്നു പറഞ്ഞിട്ടോ. ഇതായാലും വലിയതാണ് 1800 കേട്ടോ. അപ്പൊ എന്തായാലും ചീപ്പ് റേറ്റാ. മിലേക്ക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പ്രേക്ഷകരെ, ഇത് നമ്മൾ കാണുന്നത് നമ്മളെ വീട്ടിൽ തൂക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. മാഷാ അല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ബിസ്മില്ലാ, 756 അല്ലാഹ്, പിന്നെ ഓം ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അതുപോലെ ലാബ് ശുഭ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹൈന്ദവ മതസ്ഥരുടെ അവരുടെ വീട്ടിലൊക്കെ തൂക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വെൽക്കം എന്നൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ എന്താ കൊത്തുപണി എടുത്ത നമ്മളെ വീടിൻ്റെ മുമ്പിലൊക്കെ തൂക്കാൻ പറ്റുന്ന മരത്തിൻ്റെ ആ ഒരു ശിഖങ്ങൾ കൊണ്ട് നിർമ്മിച്ച നല്ല നല്ല വേർഡ്സുകളാണ് കേട്ടോ. അപ്പോൾ എന്താ പറയാനുള്ളത്, ഇത് 2 100 റുപ്യാണ് കേട്ടോ. 2 100 റുപ്യ വളരെ തുച്ഛമായ റേറ്റുകളാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇത് വാങ്ങുമ്പോൾ ഒരു പക്ഷേ നല്ല റേറ്റ് ഉണ്ടാകും. പക്ഷേ ഇവിടെ എല്ലാം ചീപ്പ് റേറ്റിനാണ് ഈ മീന ബസാറിൽ ഇത് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ച കാണാം. അപ്പോൾ ഇതിലും നിങ്ങൾ ഈ വീഡിയോയിലല്ലാതെ തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഉണ്ട് കേട്ടോ. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും. പരമാവധി വീഡിയോകൾ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് കഴിയണതും അതിലേറെ പരമാവധി നിങ്ങൾക്ക് ഞാനിവിടുത്തെ കാഴ്ചകൾ വീഡിയോകൾ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇതിലല്ലാത്തതും ഈ വീഡിയോയിൽ കാണാത്ത ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഡൽഹി ജുമാ മസ്ജിദ് കാണാൻ വരികയാണെങ്കിൽ 2ാം നമ്പർ മീന ബസാർ ഒന്ന് സന്ദർശിക്കാൻ മറക്കരുത്. അപ്പോൾ എന്താ പറയുക, ചെറിയ കുട്ടികൾ വലിച്ചിട്ടാണ് പോണത്. ചെറിയ ചെറുക്കനാണത്, ഓനാണ് മറ്റേ ആ വലി വലിച്ചിട്ട് പോകണം. നമ്മളവിടെയൊക്കെ എന്താ കാലം അപ്പോൾ അതൊക്കെ മേലെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നല്ല കാഴ്ചകൾ, പാൻറ് ഐറ്റംസുകളുണ്ട് കേട്ടോ. ബഗ്ഗി പാൻറ്റുകളൊക്കെ. കിത്തന ഹേ ബഗ്ഗി? കിത്തന ബഗ്ഗി പാൻറ്? നോക്കാം. ഇതൊക്കെ എൻ്റെ ചാനൽ, മൈ ചാനൽ അബ്ദു നൊമാഡ്. ഓക്കെ, താങ്ക് യു. മിലേക്ക. ഓക്കെ. അപ്പോൾ ഈ ബാഗി പാൻറ് കേട്ടോ, ഇതൊക്കെ വെറും 350 റുപ്യക്കാണ്. ചീപ്പ് റേറ്റിനാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. നമ്മളവിടെ 1000 1500 ഒക്കെ ഉണ്ടല്ലോ. ഇത് ബഗ്ഗി പാൻറ് വെറും ചീപ്പ് റേറ്റ് 350 റുപ്യക്കാണ് ഇവർ കൊടുക്കുന്നത്. നല്ല അടിപൊളി പാൻറ്റാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നല്ല ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയാനുള്ളത്, ഇങ്ങോട്ട് ക്യാമറ പിടിച്ചപ്പോൾ. അസ്സലാമു. അപ്പോൾ എന്താ ഇവിടേക്ക് ക്യാമറ പിടിച്ചപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ, ഇവിടെയൊക്കെ നല്ല തിരക്ക് പിടിച്ച ഏരിയ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് ഷൂ ഉണ്ട് ഇവിടെ. ചെറിയ കുഞ്ഞു കുട്ടികൾക്കുള്ള ഷൂ. ഭായിജാൻ ഏക് പീസ് കിतना? 200 കം നെയ്യ്. ഇതിനൊക്കെ 200 റുപ്യ എന്നാ പറയുന്നത് കേട്ടോ. കമ്മിയാക്കി കൊടുക്കുമോന്. പക്ഷെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ആണ് കേട്ടോ. 200 റുപ്യക്കാണ് എല്ലാതും. 200 റുപ്യക്ക് കേട്ടോ. എല്ലാം 200 റുപ്യക്കാണ് കൊടുക്കുന്നത്. ക്വാളിറ്റി ഉള്ള ഷൂ കേട്ടോ. അവിടെ ഇതുപോലെ ബാഗ് വെക്കുന്നുണ്ട് കേട്ടോ ആളുകള്. ഇതേപോലെ കിത്തനായ 100 നോക്കാം. നല്ല 100 റുപ്യ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. 100 റുപ്യ. നല്ല ബാഗാണ്. ഓക്കെ, നല്ല ബാഗാണ് കേട്ടോ. വെറും 100 റുപ്യ മാത്രമേ ഉള്ളൂ കേട്ടോ. വെറും 100. കിത്തന ബെൽറ്റ്? 100 റുപ്യക്ക് 2 ബെൽറ്റ് കേട്ടോ. നല്ലൊരു പവർ ബെൽറ്റ് ആണ് കേട്ടോ. ഇവിടെ അടിച്ച ലെതറാ? ലെതറേ? ലെതറിന്റെ 100 റുപ്യക്ക് 2 ബെൽറ്റ്. ചീപ്പ് റേറ്റ് ആണ് ഡൽഹിയിലുള്ളത്. പക്കടോ. അപ്പൊ 100 റുപ്യക്ക് 2 ബെൽറ്റ് ഇവിടെ നല്ല ലെതറിന്റെ കൊടുക്കണം കേട്ടോ. നല്ല ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ചീപ്പ് റേറ്റിന് എന്തായാലും ഇവിടെ ഇത് കിട്ടും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ജുമാ മസ്ജിദിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മുമ്പത്തെ ഒരു തിരക്ക് പിടിച്ച കാഴ്ചയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പകർത്തുന്നത്. ഒരുപാട് കണ്ടമാനം മനുഷ്യന്മാർ, ജനങ്ങൾ അവിടുന്ന് ഇവിടുന്ന്, ഇന്ത്യയിൽ നിന്ന് പല ദിക്കുകളിൽ നിന്ന്
നേരത്തെ ഒരു വെസ്റ്റ് ബംഗാളത്തെ ഒരാളെയാണ് ഫാമിലിനെ കണ്ടത് കേട്ടോ. അപ്പോൾ എന്നതുപോലെ പല ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ജുമാ മസ്ജിദ് കാണാൻ, വിസിറ്റ് ചെയ്യാൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കേണ്ട, കാണാൻ മസ്റ്റായിട്ട് സന്ദർശിക്കേണ്ട ഒരു ഇടമാണ് ഡൽഹി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നല്ല 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 കാഴ്ചകളുമായിട്ട് ഇനിയും നമ്മൾ വരുന്നുണ്ട്. ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് എന്താ നമ്മൾ പകർത്തുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് നമ്മൾ എല്ലാ നല്ല നല്ല കാഴ്ചകളും നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നതാണ്. വെറും ചീപ്പ് റേറ്റ് കേട്ടോ. നമ്മളെ ചവിട്ടില്ലേ, ചവിട്ടിയാണ് 100 रुपये 5 പീസ്. സോക്ക കിത്തന? അപ്പോൾ 100 रुपये കിത്തന? സോക്ക 100 रुपये 5 പീസ് കേട്ടോ. ഓൻ കൊടുക്കും പകടോ. അപ്പോൾ 100 रुपये 5 പീസാണ് ഈ ബന്നത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ചീപ്പ് റേറ്റ് ആണ്. ചവിട്ടിയില്ലേ, ചവിട്ടി അതാണ്. താങ്ക് യു വരുന്നു. അപ്പോൾ എന്താ പറയാ, ആ ഒരു കാഴ്ച എന്താണെങ്കിലും ചീപ്പാണ്. നിങ്ങൾക്ക് വന്നാൽ എന്തായാലും മുതലാവും കേട്ടോ. ചീപ്പ് റേറ്റിന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ജുമാ മസ്ജിദിന്റെ മുമ്പിൽ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രേക്ഷകരെ, നമ്മൾ ഏകദേശം ഡൽഹി ജുമാ മസ്ജിദിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ജുമാ മസ്ജിദിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട്, എന്നാലും ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അത് വീഡിയോകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടോ. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു തരികയാണ്. ഡൽഹിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ വരാൻ കഴിയാതെ എന്താ പറയുക വിഷമിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും നമ്മുടെ ഇടയിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഡൽഹി ജുമാ മസ്ജിദ് എന്നല്ല, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, നിങ്ങൾ സ്വപ്നം കാണുന്ന സ്ഥലങ്ങൾ, സ്വപ്നം കണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ഏകദേശം ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ബാബ് അഥവാ വാതിലിലേക്ക് നമ്മൾ കടന്നു വരികയാണ് കേട്ടോ. ഒരുപാട് കണ്ടമാന ആൾക്കാർ ഇതാ ഡൽഹി ജുമാ മസ്ജിദ് കാണാൻ, ഇവിടെ വിസിറ്റ് ചെയ്യാൻ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടമാന ആൾക്കാർ ദിവസം ഇവിടെ തിരക്കാക്കാരും. അപ്പോൾ ഈ കാണുന്നതാണ് ഡൽഹി ജുമാ മസ്ജിദ്, കണ്ടില്ലേ. അപ്പോൾ ഇതിന് ഫോണായതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എങ്ങനെയാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഡൽഹി ജുമാ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ട് വന്ന് കണ്ടവരൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ എന്താ പറയുക ചൂടുണ്ട് കേട്ടോ. അതൊന്നും വകവെക്കാതെ ഇവിടെ ആളുകൾ ഇങ്ങനെ കണ്ടിട്ട് സന്ദർശിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെയധികം സന്തോഷം. ഇതാണ് ഡൽഹി ജുമാ മസ്ജിദ്. ചെരുപ്പ് ഇടാൻ പറ്റൂല, ചെരുപ്പ് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? പിന്നെന്തായാലും പള്ളിയാകുമ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ്, പവിത്രത നമ്മൾ പള്ളി, അമ്പലോ അതുപോലെ ചർച്ചൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു റെസ്പെക്റ്റ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പോൾ ചെരുപ്പിടാൻ പറ്റില്ലല്ലോ കേട്ടോ. അപ്പോൾ അതാ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ വന്നെത്തിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു മനോഹരമായ കാഴ്ചയാണ്. വെയിലായതുകൊണ്ട് സൂര്യൻ്റെ ആ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഡൽഹി ജുമാ മസ്ജിദ് കണ്ടമാനം വിസിറ്റേഴ്സ്, വിദേശികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓരെന്തായാലും വരുമല്ലോ, അത് കാരണം നമ്മളെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണല്ലോ, ഒരു മസ്ജിദാണല്ലോ ഡൽഹി ജുമാ മസ്ജിദ്. ഇതിന് നമ്മളെ ഡൽഹി ജുമാ മസ്ജിദിലെ ആ ഒരു ഫ്രണ്ട് വശത്ത് നിന്ന് മീന ബസാർ എന്ന് പറയുന്ന ബസാറിൻ്റെ 2ാം ഗേറ്റ് 2ാം നമ്പർ ആ ഒരു ഭാഗത്ത് നല്ല വ്യൂ പോയിൻ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് മീന ബസാറിൻ്റെ ഒരു എന്താ പറയുക ആകാശ ദൃശ്യം എന്നൊന്നും പറയാൻ പറ്റൂല, ജുമാ മസ്ജിദിൽ നിന്ന് എടുത്ത ഒരു ക്യാപ്ചർ, അതിൻ്റെ വീഡിയോ എന്ന് പറയാം. അപ്പോൾ മീന ബസാറാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജുമാ മസ്ജിദിൻ്റെ മുന്നിൽ ആ ഒരു ഫ്രണ്ട് വശമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ക്യാപ്ചർ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ വേണ്ടി വന്ന് ഇവിടെ വിശ്രമിക്കുന്ന ഒരു സായാഹ്ന സന്ധ്യ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ക്യാമറ പിടിച്ചാൽ ആ കാണുന്നതാണ് മീന ബസാർ. ഡൽഹിയുടെ പഞ്ചാബിൻ്റെ നമ്മൾ പോകുന്ന അവിടുത്തെ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ ആ ഒരു പ്രദേശത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതാണ്.